ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് മുൻകൂർ ജാമ്യമില്ല, തൊട്ടുപുറകെ തന്നെ കോൺഗ്രസിന്റെ നടപടിയും കൂടി വന്നിരിക്കുന്നു. ബിനോയ്, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് കോടതി എന്ത് തീരുമാനമെടുക്കുന്നോ അതനുസരിച്ചായിരിക്കും KPCCയുടെ തീരുമാനത്തിലേക്ക് കടക്കുക എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC പ്രസിഡന്റുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഉചിതമായ നടപടി ഉചിതമായ സമയത്ത് എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അത് കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇവിടെ KPCCക്ക് ഇനി തലയുയർത്തി നിൽക്കാം, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് തലയുയർത്തി നിൽക്കാം. കാരണം ആരോപണ വിധേയനായ ഒരു കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത്തരത്തിൽ വേഗത്തിൽ ഇങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുന്ന പതിവ് ഇല്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. രണ്ടാമത് ഒരു യുവതി, അതായത് ബംഗളൂരു സ്വദേശിനിയായ ഒരു യുവതി AICC നേതൃത്വത്തിന് പരാതി കൊടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ആ പരാതിയുടെ കോപ്പി അല്ലെങ്കിൽ ആ ഇമെയിൽ പരാതിയുടെ കോപ്പി ഇവിടെ KPCC അധ്യക്ഷന് അയച്ചു കൊടുക്കുന്നു. KPCC അധ്യക്ഷൻ വലിയ താമസമില്ലാതെ DGPക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതൊക്കെ തരത്തിൽ പരാതികൾ കിട്ടിയിട്ടുണ്ടോ ആ പരാതിയിലൊക്കെ ന്യായീകരണത്തിന് പോകാതെ തന്നെ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. കൃത്യമായും ആദ്യ പരാതി ഉയർന്നു വന്നപ്പോൾ, അതായത് ഈ ആദ്യത്തെ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് വാദിച്ച ആദ്യത്തെ പെൺകുട്ടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഫോൺ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയിരുന്നു. ഒപ്പം രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും 6 മാസത്തെ സസ്പെൻഷനിലേക്ക് വിടുകയും ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ നടപടികളുമായി തുടരുന്ന സമയത്ത് തന്നെയാണ് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആദ്യത്തെ പരാതി പറഞ്ഞിരുന്ന ആ യുവതി തന്നെ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ അനന്തര നടപടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് തന്നെ തീരുമാനമെടുത്തിരുന്നു. AICCയുടെ പൂർണ്ണ പിന്തുണ കേരളത്തിലെ പാർട്ടിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ KPCCക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ പലപ്പോഴായി മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വലിയ തരത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ വലിയ തരത്തിലുള്ള വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താകും എന്നുള്ള സൂചനകൾ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ നൽകിയിരുന്നു. പ്രത്യേകിച്ചും K മുരളീധരനും ഒപ്പം രമേശ് ചെന്നിത്തലയും ഒക്കെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വാക്കുകൾ തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം പാർട്ടിക്ക് ഈ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 പ്രാവശ്യമായി പാർട്ടിക്ക് സംസ്ഥാനത്ത് ഭരണം കിട്ടുന്നില്ല. മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രം, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഒരു സമയത്ത് പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിലാക്കിക്കൊണ്ട് ഒരു MLA തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പാർട്ടി കൈക്കൊണ്ട ഒരു ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് കൈക്കൊണ്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കുന്നതിൽ ഇവിടെ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. കോൺഗ്രസ് കൃത്യമായി ആ നടപടി പൂർത്തിയാക്കിയിരിക്കുന്നു. കാരണം ഇന്നലെ രാവിലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതായത് ദീപാദാസ് മുൻഷി ദില്ലിയിൽ വെച്ച് തന്നെ കൃത്യമായ ഒരു റിപ്പോർട്ട് AICC നേതൃത്വത്തിന് നൽകിയിരുന്നു. ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ ആ റിപ്പോർട്ട് വായിക്കുകയും അതിൽ ഉചിതമായ നടപടിയെടുക്കുവാൻ കേരള ഘടകത്തോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റുകൾ തന്നെ വ്യക്തമായി പറയുന്നു. തെറ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും 2 പരാതികൾ യുവതികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ആദ്യത്തെ പരാതിക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു യുവതിയെ കൂടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൂടി വന്നിരിക്കുന്നു. അങ്ങനെ 2 പരാതികൾ MLA കൂടിയായ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു സാഹചര്യത്തിൽ നടപടിയെടുക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ ദീപാദാസ് മുൻഷി ഇന്നലെ ഹൈക്കമാൻഡിന് കൈമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ താമസമില്ലാതെ തന്നെ KPCCക്ക് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് നടപടിയിലേക്ക് നീങ്ങാം. പക്ഷേ കേരള ഘടകം അവിടെയും ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചത് കോടതിയുടെ നിലപാട് കൂടി അറിയട്ടെ. കോടതി ഒരു പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഒരു ശകലം കൂടി സമയം നീട്ടിക്കൊടുക്കാം. പാർട്ടിക്ക് വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കാം. എന്നാൽ അത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടും കാര്യമില്ലെന്നറിയാം. എങ്കിൽ തന്നെയും ഒരു സാവകാശം എന്ന നിലയ്ക്ക് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട എന്നൊരു തീരുമാനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് KPCC നേതൃത്വം വളരെ കൃത്യമായി കോടതി നടപടികൾ നിരീക്ഷിക്കുകയും ആ കോടതി നടപടികൾ പുറത്തു വന്ന ഉടൻ തന്നെ അല്പം പോലും താമസമില്ലാതെ പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് AICCയുടെ നിർദ്ദേശമനുസരിച്ച് KPCC
രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് ചോദ്യമായി ഉയരുന്നത്. പക്ഷേ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് അധിക സമയമൊന്നും ഒളിവിൽ തങ്ങാൻ കഴിയുകയില്ല. പ്രത്യേകിച്ചും പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയപരമായ പിന്തുണ ഉണ്ടാവത്തില്ല. ആരെങ്കിലും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുവാൻ എത്തിക്കഴിഞ്ഞാൽ അവരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അറസ്റ്റ് വരിക്കേണ്ടി വരും. ഈ ഒരു ഇതുവരെ ഉണ്ടാകാത്ത, കേരളത്തിലുണ്ടാകാത്ത അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇവിടെ കൃത്യമായി നടപടികൾ എടുത്തുകൊണ്ട് കോൺഗ്രസ് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയും. തൽക്കാലമല്ല, പാർട്ടി അവരുടെ ഒരു മഹത്വം ഉയർത്തിക്കാണിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകും, മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കും. പക്ഷേ അങ്ങനെ ഒരു ആലോചനയ്ക്കോ KPCC വലിയ തരത്തിലൊരു യോഗം വിളിക്കാനോ ചർച്ചകൾ നടത്താനോ പോകാതെ തന്നെ ഈ കേരളത്തിൽ ഉള്ള നിലവിലുള്ള KPCC ഭാരവാഹികളുടെ അഭിപ്രായം ആരാഞ്ഞു, അവരോടുള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് KPCC അധ്യക്ഷൻ തന്നെ നിർണായകമായ ഒരു തീരുമാനമെടുത്ത് അത് പുറത്തു പറഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി KPCC അധ്യക്ഷൻ വിവിധ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാർ, ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ തെറ്റു ചെയ്ത, അതായത് പീഡന കേസുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് പോലീസ് തിരക്കിക്കൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു MLA യാതൊരു കാരണവശാലും സംരക്ഷിക്കേണ്ട. അങ്ങനെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന തരത്തിൽ തന്നെ എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. ചെറിയൊരു ശതമാനം യുവനിര മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ രണ്ടാമത്തെ പീഡന പരാതി കൂടി AICCക്കും KPCCക്കും കിട്ടിയതുകൊണ്ട് തന്നെ ആ പിന്തുണ കൂടി നഷ്ടമായിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സധൈര്യം കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞതിൽ ഒരു പക്ഷേ KPCCക്ക് ആശ്വസിക്കാം. കാരണം ഇനി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് കൂടുതൽ പഞ്ചായത്തുകളിൽ സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി, പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തീവ്രമായ പ്രയത്നമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരും അണികളുമെല്ലാം ഒരുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു തീരുമാനം തന്നെ ആണ് KPCC എടുത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം KPCC എടുത്ത തീരുമാനത്തെ ഒരിക്കൽ പോലും ആർക്കും തള്ളി പറയാനാകില്ല. കാരണം ഒന്നല്ല, രണ്ട് പരാതികൾ. ആ പരാതിയുമായി ബന്ധപ്പെട്ട യുവതി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി കൃത്യമായി മൊഴി നൽകിയിരിക്കുന്നു. പീഡനം മാത്രമല്ല, പീഡനത്തിനപ്പുറത്തേക്ക് ഗർഭഛിദ്രത്തിന് വരെ ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ഗർഭഛിദ്രം നടത്തിയിരിക്കുന്നു. അങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ എത്ര കണ്ട് സംരക്ഷിക്കാൻ പാർട്ടിക്കാകും എന്നൊരു ചോദ്യം ഉയരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് എടുത്ത തീരുമാനത്തെ ഒരു പക്ഷേ രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണുന്നു. മാത്രവുമല്ല, ഇനി ഈ കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് മറ്റു പാർട്ടികൾക്ക് സമയം കിട്ടില്ല, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കൃത്യമായി ആ പഴുതടച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും. ആരാണോ പാർട്ടി വിരുദ്ധമായി പ്രവർത്തിച്ചത്, ആരാണോ പാർട്ടിക്ക് ദുഷ്കളങ്കം ദുഷ്പേര് നൽകുന്ന രീതിയിൽ പ്രവർത്തിച്ചത്, അവരെയൊക്കെ പാർട്ടി സംരക്ഷിക്കുന്നില്ല, പാർട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നു. തിരിച്ച് ചോദ്യങ്ങൾ ഉയരം ഇടതുമുന്നണിയിലേക്ക് അവർക്ക് തിരിച്ച് ചോദ്യങ്ങൾ ഇടാൻ കഴിയും. അവരുടെ ഇടതുമുന്നണിയിലും ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകളുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിൽവാസം അനുഷ്ഠിക്കുന്നത് CPIMൻ്റെ മുതിർന്ന നേതാവാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അങ്ങനെ തുടങ്ങി പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത് ബന്ധമുള്ളവർ ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദവുമായി ജയിലിൽ കഴിയുമ്പോൾ അവരെ പുറത്താക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നെ എങ്ങനെ കോൺഗ്രസിനോട് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ ഉയരും. അത്തരത്തിൽ കോൺഗ്രസ് ഇവിടെ മുഖം രക്ഷിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ നിലപാട് രാഷ്ട്രീയ കേരളം വലിയ വേഗത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിരുന്നു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന്. അങ്ങനെ മുൻകൂർ ജാമ്യം ഇല്ല, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് മനസ്സിലാക്കിയ അതേ സമയം തന്നെ കൃത്യമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നമുക്ക് തിരികെ വരാം. ഇപ്പോൾ ബിന്ദു കൃഷ്ണ, കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണ ഇപ്പോൾ